നമസ്കാരം. നാളെ ജൂൺ 23 തിങ്കളാഴ്ചയാണ്. നാളത്തെ ദിവസം രാശിപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാകുന്നു എങ്കിലും ചില കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുന്നതാണ് കൂടുതൽ ഉത്തമം. ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും അനുകൂലമാകും എങ്കിലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക തന്നെ വേണം. നാളെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര സംബന്ധമായി പുഷ്ടിയുള്ള ഒരു ദിവസമാണ്. പല വരുമാന സ്രോതസ്സുകളും തുറന്ന് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ശത്രുക്കളെ സൂക്ഷിക്കണം. രഹസ്യ ശത്രുക്കളെ പ്രത്യേകിച്ചും സൂക്ഷിക്കണം. ബിസിനസ് പരമായി ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ബിസിനസ് തന്ത്രങ്ങൾ മെനയുവാൻ സാധിക്കും, പ്രയോഗിക്കുവാൻ സാധിക്കും. ബുദ്ധിപരമായ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ ദിവസവും അതിനെ സാധിക്കുന്ന ഒരു ദിവസവുമായി മാറാം. കലാപ്രവർത്തകർക്കും അഥവാ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. കൂടാതെ ഇന്നേ ദിവസം കലഹത്തിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും കാത്തിരിപ്പുകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ദിവസം, അല്ലെങ്കിൽ പല കാര്യങ്ങളും കൂടുതലായും നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേരുന്ന ഒരു ദിവസമായി മാറാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഇന്നേ ദിവസം രോഗദുരിതങ്ങൾക്ക് ഒരു അറുതി വരുന്ന ദിവസം, അല്ലെങ്കിൽ തിരിച്ചടികൾ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശ്ന പരിഹാരം പല ചർച്ചകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും ഉരുത്തിരിയുന്ന ദിവസമാണ്. ഗൃഹസൗഖ്യം, ദാമ്പത്യ സൗഖ്യം വന്നു ചേരാം. ന്യായമായ വിശ്രമം വന്ന് ചേരുന്നതായ സമയമാണ്. കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമാകാം. പഠന കാര്യങ്ങളിൽ അല്പം ഒരു പുരോഗതി ദൃശ്യമാകും. യാത്രകൾ അനുകൂലമായി തീരുന്ന സമയമാണ്. കൂടാതെ കലാപ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലവും, എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ, പ്രത്യേകിച്ചും ഭഗവാന് ഇന്നേ ദിവസം ധാരയോ അല്ലെങ്കിൽ കൂവളമാലയോ സമർപ്പിക്കുന്നതും അതോടൊപ്പം പിൻവിളക്ക് നടത്തുന്നതും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. പ്രശ്നങ്ങൾ പലപ്പോഴും പരിഹരിച്ച് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യും. പകരക്കാരെ ഇന്നേ ദിവസം ചുമതലകൾ ഏൽപ്പിക്കുന്നത് ആശ്വാസമാവില്ല എന്ന കാര്യവും ഓർക്കുക. അതിനാൽ നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാക്കുന്നു. ഇഷ്ടവസ്തുക്കൾ ഇന്നേ ദിവസം വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ സമാധാനം സമ്മിശ്രമാകും എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ചില വ്യക്തികളെ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതായി ഭക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം.
കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും രംഗം ശാന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും ലഘുത്വം മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. യാത്രകൾ ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം ദേഹക്ഷീണം, ആലസ്യം ഇവ അനുഭവപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രതീക്ഷിച്ചതിനേക്കാൾ ചെലവ് ഇന്നേ ദിവസം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കണം. ചെലവ് നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. പരസ്പര വിശ്വാസം പ്രണയികൾക്കിടയിൽ വന്ന് ചേരാവുന്ന സമയമാണ്. ഇന്നേ ദിവസം വീടുകളിൽ അതിഥി വരിക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസവുമാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ശിവമന്ത്രങ്ങൾ ജപിച്ച് തന്നെ മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും ഭഗവാന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തുക. അതൊരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് എങ്കിലും ധാരയാണ് എങ്കിലും ശുഭകരമാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഒരു കൂവള മാലയാണ് എങ്കിലും ഭഗവാന് ഇന്നേ ദിവസം നടത്തുക. അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി തീരും. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ സുഗമമായി നിർവഹിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും അത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അമിതമായ ആത്മവിശ്വാസം നന്നല്ല. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാര്യാലോചനകളിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അല്പം അനുരഞ്ജനത്തിന് പ്രസക്തിയുള്ള ദിവസം തന്നെയാകുന്നു. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. കാര്യവിജയം ഉണ്ടാകും എങ്കിലും ചില കാര്യങ്ങളിൽ അല്പം കൂടുതലായും ഊർജം ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹകരണം സാമാന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കുവാൻ തീരുമാനം എടുക്കാവുന്നതാണ്. കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം മകന്റെ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില നിർബന്ധശീലത്താൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നൽകേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ അവരുടെ സന്തോഷത്തിന് കാരണമായി തീരും എന്ന കാരണം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് നൽകേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തികമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്നു എങ്കിൽ പോലും ചെലവുകളുടെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഭഗവാന് കൂവളമാല ചാർത്തുന്നത് ശുഭകരമാണ്. അതോടൊപ്പം ഒരു പിൻവിളക്ക് കൂടി നടത്തുക. കൂടാതെ ഇന്നേ ദിവസം ശിവമന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും ഇന്നേ ദിവസം ആലസ്യം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. അതിനെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. നിരന്തരമായ പരിശ്രമം പല കാര്യങ്ങളിലും ആവശ്യമായി വന്നേക്കാം. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്നുള്ളതാണ്. ചെലവുകൾ അല്പം ഒന്ന് ചുരുക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാണ്.
ശുഭ വാർത്തകൾ, ശുഭകരമായ മുഹൂർത്തങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ഏറ്റെടുക്കുവാൻ സാധിക്കും. പരാശ്രയം തേടുവാനുള്ള സാധ്യതകളുണ്ട്. വിജയത്തിന്റെ പാതയിലേക്ക് എത്തുവാൻ സാധിക്കും. കലാവാസന, പാണ്ഡിത്യം മുതലായ കാര്യങ്ങൾ പ്രായോഗികമായി നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഇന്നേ ദിവസം സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ രേഖകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. രേഖകൾ ലഭിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരും. ഗൃഹ നവീകരണം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം എതിർപ്പുകളെ മറുതന്ത്രങ്ങൾ പയറ്റി ദുർബലപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബന്ധുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും നിർലോഭമായ സഹകരണം, പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട ജോലിഭാരം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഡംബര ചെലവുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആകസ്മികമായ യാത്രകൾ ചെയ്യേണ്ടതായി വരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റാദായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാകുന്നു. പരമശിവനെ ധാരയും കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിരാവിലെ വിളക്ക് തെളിയിച്ച് ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ ഈ നാളുകാർ ഏവരും, ഈ രാശിക്കാർ ഏവരും നടത്തുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തന്നെ ഭവിക്കും.